പുഴുവരിച്ച് ചാവാനായ ഒരു പേർഷ്യൻ കാറ്റിനെ ഏതോ ഒരു വിദ്വാൻ കഴിഞ്ഞ ആഴ്ച നമ്മുടെ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് എറിഞ്ഞിട്ട് തന്നു പോയിരുന്നു. അപ്പൊ അതിനെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയി വന്ന് വീട്ടിലോട്ട് കയറിയിട്ടേ ഉള്ളൂ. താ കാണുന്നു അടുത്തൊരു കുഞ്ഞിപ്പൂച്ച കോമ്പൗണ്ടിന്റെ ഉള്ളില്. എന്റെ പൂച്ചകള് ഗേറ്റിന്റെ പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഗേറ്റ് മരത്തടിയൊക്കെ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതായിരുന്നു ഈ പൂച്ചകൾക്ക് ഗേറ്റിന്റെ അടിയിൽ കൂടി പുറത്തേക്കും പോകാൻ പറ്റില്ല, വേറെ പൂച്ചകൾക്ക് അകത്തേക്കും വരാൻ പറ്റില്ല. പിന്നെ മതിലാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള മതിലാണ്. ഒരിക്കലും ഒരു ചെറിയ പൂച്ചയ്ക്ക് സ്വന്തമായിട്ട് ഈ മതില് ചാടി അകത്തേക്ക് വരാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആരോ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചാണെന്നുള്ളത് എന്തായാലും ഉറപ്പാണ്. വന്ന സമയത്ത് അത് വിശന്നിട്ട് ഭയങ്കര കുഞ്ഞിപ്പൂച്ച പാല് കുടിക്കാനുള്ളതല്ലേ, അപ്പൊ അത് വിശന്നിട്ട് ഭയങ്കര വെപ്രാളം കാണിക്കലായിരുന്നു. ഫുഡൊന്നും കൊടുത്തിട്ട് കഴിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ചിക്കൻ വേവിച്ച വെള്ളം വെച്ചു കൊടുത്തപ്പോൾ അതിങ്ങനെ സ്മെല്ല് ചെയ്തിട്ട് വന്ന് നക്കി കുടിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പെർഷ്യൻ പൂച്ചനെ കൊണ്ട് രാവിലെ ഇവിടുന്ന് പോയതാ. അവരുടെ ചെക്കപ്പും ഗ്രൂമിങ്ങും പിന്നെ ഇവരുടെ ഒരു കുളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ല സമയമായി. ഉച്ചയ്ക്ക് ഫുഡും കൂടി കഴിക്കാണ്ട് വിശന്ന് അലഞ്ഞാണ് ഇവിടെ കയറി വന്നത്. അപ്പോഴാണ് ഇതാ ഇങ്ങനെ ഒരു കാഴ്ചയും കൂടി കാണുന്നത്. ശരിക്കും നമുക്ക് എടുത്തിട്ട് മതിലിന്റെ അപ്പുറത്തേക്ക് ഇട്ടാൽ മതി, പക്ഷെ അങ്ങനെ ചെയ്യാൻ മനസ്സ് തോന്നണില്ല. കാരണം മതിലിന്റെ അപ്പുറത്ത് റോഡാണ്. എന്തായാലും വണ്ടി കയറി കുഞ്ഞിപ്പൂച്ച അരഞ്ഞു പോകും, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് ചത്തുപോകും, അല്ലെങ്കിൽ നായ്ക്കള് പിടിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സ് സമ്മതിക്കുന്നില്ല. അപ്പൊ ഇതാ വയറൊക്കെ നിറഞ്ഞപ്പോ ആള് എന്റെ മടി കയറിയിരുന്ന് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. ഇറക്കി താഴെ വെച്ച് കഴിഞ്ഞാൽ കിയാൻ കിയാന്നും പറഞ്ഞ് കരയും. ഇങ്ങനെ സ്വന്തം മടി കയറിയിരുന്നാല് ആള് ഭയങ്കര കാമായിട്ടിരിക്കും. ഇണക്കമുള്ള പൂച്ചയാണ്. ഒരു പൂച്ചക്കുട്ടിക്ക് ഇത്തിരി ഭക്ഷണം കൊടുത്ത് വളർത്താൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഇത്രയും പൂച്ചകളെയും കൊണ്ട് ഞാൻ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടും പിന്നെയും പിന്നെ എന്റെ കോമ്പൗണ്ടിലേക്ക് ഇങ്ങനെ പൂച്ചകൾ എറിയുന്നത് എത്ര മനുഷ്യത്വം ഇല്ലാത്ത പ്രവൃത്തിയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മുന്നേ ഒരു വീട്ടുകാര് ഒരു പൂതിക്ക് പൂച്ചനെ വാങ്ങിയിട്ട് വളർത്താൻ പറ്റാണ്ട് അതിനായിട്ട് നരകിപ്പിക്കുന്നത് കണ്ടിട്ട് സങ്കടം തോന്നി വളർത്തിയത് കൊണ്ടാണ് എനിക്ക് ഇപ്പൊ ഇത്രയും പൂച്ചകൾ ഉണ്ടായത്.